Hi everyone, it's me Rahul. Welcome to My Trend FX, my YouTube channel. സോ നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ ഒരു നല്ല ദിവസമായിരുന്നു. നമ്മൾ മൂന്നാല് 3-4 സ്റ്റോക്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ ഒരു ചെറിയ ട്രേഡ് ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി കൂടെ ഉണ്ടായിരുന്നു. ബട്ട് നിഫ്റ്റി ലാസ്റ്റ് ഡേ ഫ്രൈഡേ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ തന്നെ ഒരു പുഷ് ചെയ്തിട്ട് ഡേ ഹൈയിൽ പോയി ക്ലോസ് ചെയ്തു. സോ നമുക്ക് കുറച്ച് പേർക്ക് എൻ്റെ ഗ്രൂപ്പിൽ ആ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് പേഴ്സണലി ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ട്രേഡ് ബിക്കോസ് എനിക്ക് ഗ്യാപ്പ് ഫിൽ ചെയ്യുമെന്നൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോ എൻ്റെ പ്ലാനിൽ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു പുഷ് ബാക്ക് ആയിരുന്നു. സോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ തന്നെ നമ്മൾ ഫിബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സോണിൽ നിന്ന് അതൊരു പുഷ് ബാക്ക് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ആ എൻട്രി കിട്ടിയില്ല. ബിക്കോസ് ഞാൻ എൻട്രി കുറച്ചുകൂടെ താഴെയായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. സോ എൻ്റെ പ്ലാനിലൊരു എൻട്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിഫ്റ്റിയിൽ എൻട്രി കിട്ടിയില്ല. ബട്ട് മൈ ഗ്രൂപ്പ് മെമ്പേഴ്സ് അതിൽ ട്രേഡ് ചെയ്തവരുണ്ട്. ആൻഡ് SRF APL അപ്പോളോ S2 ട്രേഡ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്, സ്റ്റോക്കിലുണ്ടായിരുന്നത്. ആൻഡ് വൺ മോർ ട്രേഡ് BSE SL ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടോട്ടൽ 4 ട്രേഡിൽ 1 SL ആൻഡ് 3 വിന്നിംഗ് ട്രേഡേഴ്സ് ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായിരുന്നത്. സോ നമുക്ക് നിഫ്റ്റിനെ പെട്ടെന്ന് പോയിട്ട് ടൈം കളയാതെ നിഫ്റ്റിനെ നെക്സ്റ്റ് വീക്കിൽ എന്താണ് നിഫ്റ്റി ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും നിഫ്റ്റിയുടെ ലെവൽസ്, എന്തായിരിക്കും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ആൻഡ് വൺ മോർ, ലാസ്റ്റ് വീക്ക് മുതൽ ഞാൻ ബാങ്ക് നിഫ്റ്റി ഈസ് ഓൾസോ ആഡഡ് ഇൻ മൈ ലിസ്റ്റ്. സോ ബാങ്ക് നിഫ്റ്റി നമുക്ക് നിഫ്റ്റിയുടെ കൂടെ തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ എന്നെ പരിചയപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ജോയിൻ മൈ വാട്സപ്പ് ഗ്രൂപ്പ് ഓർ ടെലഗ്രാം ചാനൽ. ബിക്കോസ് അവിടെ നമുക്ക് നല്ല നല്ല എൻട്രീസ്, നല്ല നല്ല കോൾസ് ഇതെല്ലാം ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ബിക്കോസ് ഓരോരോ പ്രീമിയം ഗ്രൂപ്പുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പേ ചെയ്തിട്ട് എടുക്കുന്ന നല്ല നല്ല കോൾസ് അല്ലെങ്കിൽ നല്ല നല്ല അനാലിസിസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. അവിടെ നിങ്ങളവിടെ ജോയിൻ ചെയ്യുക. സോ ലേൺ ട്രേഡിംഗ് ആൻഡ് ഏൺ മണി ഫ്രം ദി ട്രേഡിംഗ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ മൈ ചാർട്ട്. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മൺഡേയിലോട്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള നമ്മുടെ ലെവൽസ് ഇതൊക്കെയാണ്. സോ നമ്മൾ ഇതിൽ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, ദർ ഇസ് എ ഗ്യാപ്പ് ബിലോ യെസ്റ്റർഡേ. ഡേ ലോയുടെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ചെറുതായിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു എക്സ്പെക്റ്റിംഗ് മൂവ്മെൻ്റ് ആയിരുന്നു ഫ്രൈഡേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ട്രേഡ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് നേരെ അത് താഴെ വന്നെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ തന്നെ പിന്നെ ഒരു ഹയർ ഹൈസ് ഉണ്ടാക്കി മുകളിലോട്ട് മൂവ് ചെയ്യായിരുന്നുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. ബട്ട് ഈ ലെവൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിബിൻ്റെ ഒരു ലെവലാണ്. ആ ഫിബിൻ്റെ ലെവലിൽ നിന്ന് തന്നെ അത് നമ്മുടെ നിഫ്റ്റി പുഷ് ബാക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് ട്രേഡ് ബിക്കോസ് ഞാൻ എൻ്റെ പ്ലാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പോകുന്നതായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ഇസ് ഓക്കെ. ബട്ട് മൺഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെവല് ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അത് പിന്നെ മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ നേരെ ഷോർട്ട് ചെയ്യത്തില്ല. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകും എന്നായിരിക്കും നമ്മുടെ പ്ലാൻ ഉണ്ടാവുക. അതല്ല, മൺഡേ 25,992, അതായത് ലാസ്റ്റ് ഡേ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 26,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 2629, 2657, അതായത് 2 ടാർഗറ്റും അടുത്തടുത്താണുള്ളത്. ആൻഡ് ഒരു എക്സ്പെക്റ്റേഷൻ ഗ്യാപ്പ് അപ്പിലാണെങ്കിലും നമ്മൾ നേരെ ഒരു 15 മിനിറ്റ്സിൽ എൻട്രി എടുക്കത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്യും, ഒന്ന് താഴോട്ട് വന്നിട്ട് ഇതേപോലെ ഒരു മൂവ്മെൻറ്റ് മൺഡേ ചെയ്യുകയാണെങ്കിൽ അതിലായിരിക്കും നമ്മൾ എൻട്രി പോവുക. ഒരു എൻട്രി എടുത്ത് നമ്മൾ ട്രേഡിൽ കയറി ഇരിക്കത്തില്ല. ഓക്കെ, ഒരു ഫോം എൻട്രി നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല, നമ്മൾ ഹോൾഡ് ചെയ്യും. അതല്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ 26,000 മുകളിൽ നമുക്ക് നമ്മുടെ എൻട്രി ഫിക്സ് ചെയ്യാം. അതിൻ്റെ താഴെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഡേ ലോയിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ 2 ടാർഗറ്റിന് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു മൊമെൻറ്റം മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഫസ്റ്റ് റീസൺ ഇന്ത്യ വിക്സ് വളരെ ലോ ആണ്, 10 ബിലോ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റം മൂവ് മാർക്കറ്റിന് ഉണ്ടാവാനുള്ള ചാൻസ് മേ ബി കുറവായിരിക്കും. സോ നമുക്ക് മൺഡേ മാർക്കറ്റിൽ നോക്കാം എന്താ നടക്കാൻ പോകുന്നത്. ബട്ട് ഇത് നമ്മുടെ ലെവൽസ് ഇതൊക്കെയാണ്, 26,25,992. നമ്മളൊരു ഡൗൺ എൻട്രിയിലോട്ട് നമ്മൾ എന്തായാലും ഫോക്കസ് മൺഡേയും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി, നമ്മുടെ ബയാസ് അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ വ്യൂ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിലോട്ടായതുകൊണ്ട് തന്നെ ഞാൻ മുകളിലോട്ടുള്ള എൻട്രിക്കായിരിക്കും
പ്ലാൻ ചെയ്യുന്നത് ഒരു ഡിപ്പ് കണ്ടാൽ ഞാൻ ഡിപ്പ് നിന്ന് ട്രേഡ് എടുക്കും. സോ അങ്ങനെയുള്ള ട്രേഡ്സ് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഇറ്റ്സ് എ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് അവിടെ ഒരുപാട് കോൾസ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. എല്ലാം തികച്ചും ഫ്രീ ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്, നോ മോർ ചാർജസ്. ഓക്കെ, എല്ലാം ഓൺലി ഫോർ ദ എഡ്യൂക്കേഷണൽ പർപ്പസ്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ 2629 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ടാർഗറ്റ് 26,057 ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. അതെല്ലാം മാർക്കറ്റ് ഈ ഏരിയയിലാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഒരു സൈഡ് വേസ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ആസ് പെർ നൗ ഗിഫ്റ്റ് നിഫ്റ്റി മുകളിലായതുകൊണ്ട് തന്നെ മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നേരെ ഫ്രൈഡേ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ പോയിട്ട് നേരെ നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നേരെ ബാങ്ക് നിഫ്റ്റി മുകളിൽ പോയി ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡ് ഉണ്ടായിരുന്നു, ബട്ട് ഇത് മിസ്സായി ഞാൻ നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ. ബട്ട് ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ എൻട്രി 59,140 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 59,140 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 59,200, 59,250 ആൻഡ് ദ മെയിൻ ടാർഗറ്റ് 59,303 ഈസ് മൈ ദ മെയിൻ ടാർഗറ്റ്. ഓക്കെ, ഒരു ഗ്യാപ്പ് അപ്പിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റീട്രേസ്മെൻറ്റ് മൊമെൻറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ റീട്രേസ്മെൻറ്റ് മൊമെൻറ്റിന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ട്രേഡിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആ ട്രേഡിൽ നമ്മൾ ബൈ ചെയ്യുന്നതായിരിക്കും ബാങ്ക് നിഫ്റ്റിനെ. അതല്ല ഒരു നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാവിലത്തെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൻ്റെ ആക്ഷൻ നോക്കിയിട്ട് സെക്ടറിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടാർഗറ്റ് 59,200, 59,250 ആൻഡ് 59,303 ഈസ് മൈ ഫസ്റ്റ് മെയിൻ ടാർഗറ്റ് ആൻഡ് 59,357 ഈസ് മൈ ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ എൻഡ് ലെവല്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഡിസ്ക്ലൈമർ പറയാനുള്ളത്, ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ആൻഡ് 2-3 സ്റ്റോക്സ് ഉണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 2-3 സ്റ്റോക്സ്. അതിൽ നമ്മുടെ KPIT ടെക് ഉണ്ട്, KEI ലിമിറ്റഡ് ഉണ്ട്. നിങ്ങളിതെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. പോളിക്യാബ് ഉണ്ട്. ഓക്കെ, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഉണ്ട്, ഇസ് ഗുഡ് ട്രേഡ്. Paytm നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ശ്രീറാം ഫിൻ ഉണ്ട്. ഓക്കെ, PNB ഹൗസിംഗ് ഉണ്ട്. സോ ഈ ട്രേഡ് ഇതിനകത്തൊക്കെ ഏതെങ്കിലും നല്ല ട്രേഡിൽ ഒരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ ഈ സ്റ്റോക്കുകളിലെല്ലാം ഇനി പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നല്ല എൻട്രി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് ട്രേഡിങ് ചെയ്യുക. ഓക്കെ, ഒരു ബൈ സെൽ മാത്രം ചെയ്യുന്നതിലും അപ്പുറം നിങ്ങൾ ഓരോ ക്യാൻഡിൽ എന്താ പറയുന്നത്, ഓരോ ക്യാൻഡിലെ സൈക്കോളജി പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ യൂസ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് പ്ലീസ് ജോയിൻ മൈ വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ ജോയിൻ പ്ലീസ് ഇൻ വാട്സപ്പ് ഗ്രൂപ്പ്. സോ നമ്മുടെ ലെവൽസ് ഇതൊക്കെയാണ്. 25,992 ആൻഡ് ബിലോ 25,940 താഴെ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ വി ആർ റെഡി ഫോർ ബൈ ഫ്രം ദ ബോട്ടം. അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലെവൽസൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. നിങ്ങളുടെ അനാലിസിസിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണ് വരുന്നത്, എൻ്റെ ട്രേഡ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ട്രേഡ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഐ ആം കോൺഫിഡൻറ്റ് ഓഫ് മൈ ലെവൽസ്. ഓക്കെ, ഞാൻ എൻ്റെ ലെവൽസിൽ കോൺഫിഡൻ്റ് ആണ്, ഞാൻ അങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതും. സോ എൻ്റെ മെമ്പേഴ്സ് നോ അബൌട്ട് ദാറ്റ്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.